തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളത്തും കുറവ് പോളിംഗ് തിരുവനന്തപുരത്തും രേഖപ്പെടുത്തി. ആവേശം വാനോളമുയർത്തി മാളയിൽ കൊട്ടിക്കലാശം. മാളയിൽ താളമേളങ്ങളുടെ കളർഫുൾ കൊട്ടിക്കലാശം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളത്തും കുറവ് പോളിംഗ് തിരുവനന്തപുരത്തുമാണ് രേഖപ്പെടുത്തിയത്. വികസനത്തെക്കാളേറെ മുന്നണികൾ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയാണ് ഇത്തവണ ഒന്നാം ഘട്ട പോളിംഗ് പൂർത്തിയാക്കുന്നത്. മൂന്ന് മുന്നണികൾക്കും അതീവ നിർണായകമായ തെരഞ്ഞെടുപ്പ് 5 മാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബലപരീക്ഷണമായാണ് മുന്നണികൾ കണക്കുകൂട്ടുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സാമൂഹ്യക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള ക്ഷേമ നടപടികൾ പ്രഖ്യാപിച്ചുകൊണ്ടും പ്രചരണരംഗത്ത് വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശബരിമല സ്വർണ്ണമോഷണം തെരഞ്ഞെടുപ്പ് വിഷയമായി UDF ഉയർത്തിക്കാട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതിയും പോലീസ് നടപടികളുമായിരുന്നു LDFിൻ്റെ പ്രതിരോധം. വികസന രംഗത്തെ മുരടിപ്പും UDF ഉയർത്തിക്കാട്ടി. ശബരിമല വിഷയത്തിൽ BJP പക്ഷേ വലിയ ആവേശം കാട്ടിയില്ല. പേരുദോഷം വരാതിരിക്കാൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശബരിമല കത്തിച്ചാൽ അതിൻ്റെ പ്രയോജനം UDFിന് പോകുമോ എന്ന ആശങ്കയാകാം കാരണം. വികസനത്തിലൂന്നിയായിരുന്നു BJPയുടെ തുടക്കം മുതലുള്ള പ്രചാരണം. 7 ജില്ലകളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവശേഷിക്കുന്ന 7 ജില്ലകളിൽ ഇന്ന് വൈകുന്നേരം പരസ്യപ്രചരണം അവസാനിക്കും. വ്യാഴാഴ്ചയാണ് ഈ ജില്ലകളിൽ വോട്ടെടുപ്പ്. മീഡിയ ടൈം, കൊച്ചി. എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. വൈകിട്ട് 6 മണി വരെ 71.93% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ 72 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം ജില്ലയിൽ ആകെ 26,67,746 വോട്ടർമാരാണുള്ളത്. ഇതിൽ 12,79,170 പുരുഷ വോട്ടർമാരും 13,88,544 സ്ത്രീ വോട്ടർമാരും 32 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. എറണാകുളം ജില്ലയിലെ 111 തദ്ദേശ സ്ഥാപനങ്ങളിൽ 2220 വാർഡുകളിലായി 7374 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ജില്ലയിലാകെ 3021 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം ഇന്നലെ പൂർത്തിയായി. 7490 ബാലറ്റ് യൂണിറ്റുകളും 3036 കൺട്രോൾ യൂണിറ്റുകളും തെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 14,544 പേരെയാണ് പോളിംഗ് ബൂത്തുകളിൽ നിയോഗിച്ചിട്ടുള്ളത്. മറ്റു തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി 10,000-ഓളം ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 72 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. ആവേശം വാനോളമുയർത്തി മാളയിൽ കൊട്ടിക്കലാശം. 6 മണിക്ക് അവസാനിപ്പിക്കേണ്ട പരസ്യപ്രചാരണത്തിന് വീര്യമേറ്റാൻ 4 മണിക്ക് തന്നെ രാഷ്ട്രീയ പാർട്ടി അണികൾ നേതാക്കളോടൊപ്പം മാള ജംഗ്ഷനിൽ ഇടം പിടിച്ചു. പിന്നീട് കണ്ടത് താളമേളങ്ങളുടെയുള്ള കളർഫുൾ കൊട്ടിക്കലാശം. നാലു മണിയോടെ തന്നെ മാളയിൽ കൊട്ടിക്കലാശത്തിന് പാർട്ടിക്കാരെത്തി. UDFും LDFുമാണ് മാള ജംഗ്ഷനിൽ ആദ്യം എത്തിയത്. പിന്നീട് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ വർദ്ധിത വീര്യത്തോടെ BJP നേതാക്കളും അണികളും എത്തി. താളമേളങ്ങൾ മുഴങ്ങി, കൊടികൾ വീശി അണികൾ ആവേശക്കടലിൽ ആറാടുമ്പോൾ സ്ഥാനാർത്ഥികളും അതിൽ പങ്കാളികളായി. ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ UDF LDF സ്ഥാനാർത്ഥികളായി സാജൻ കൊടിയനും MR അപ്പുക്കുട്ടനും മാളയിൽ കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായി. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിനെത്തി. മാള പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൊട്ടിക്കലാശം അവസാനിപ്പിച്ചത്. അന്നമനടയിലും കുഴൂരിലും കൊട്ടിക്കലാശം നടന്നിരുന്നു. തദ്ദേശപ്പോര് മൂർധന്യത്തിലായിരുന്നു ഇവിടങ്ങളിലും. തദ്ദേശപ്പോരിന്റെ പ്രചാരണ പെരുമയാണ് രാഷ്ട്രീയ പാർട്ടികൾ കൊട്ടിക്കലാശത്തെ കാലങ്ങളായി കൊണ്ടാടുന്നത്. വീടുകൾ കയറിയുള്ള അവസാന റൗണ്ട് പ്രചാരണം, ചിലരെ നേരിട്ട് കാണൽ എന്നിവയാണ് വരും മണിക്കൂറിൽ അവശേഷിക്കുന്നത്. മീഡിയ ടൈം, മാള.
അകക്കണ്ണിന്റെ വെളിച്ചത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്ന് കൊടകര സ്വദേശി വിനോദ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വിനോദ് മൈക്ക് കയ്യിലെടുത്തത്. കൊടകര പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ വിനോദിന്റെ ശബ്ദം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടകര കുന്നത്തറ സ്വദേശി കുന്നപ്പിള്ളി വീട്ടിൽ വിനോദാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണ രംഗത്ത് വാഹനങ്ങളിൽ ഉച്ചഭാഷണിയിൽ അനൗൺസ്മെന്റുമായി രംഗത്തുള്ളത്. 1989 മുതലുള്ള എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കൂടാതെ സഹകരണ ബാങ്കുകളുടെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനു വേണ്ടി പ്രചരണ രംഗത്ത് മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ടെന്ന് വിനോദ് പറഞ്ഞു. ഇതൊരു ഒരു ഉത്സവം പോലെയാണ്. ഈ അനൗൺസ്മെന്റ് കയറുക എന്നുള്ളതൊരു സന്തോഷമാണ്. അതൊരു ദിവസം വിളിക്കാതിരിക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം തോന്നുന്നത്. അങ്ങനെ മറ്റ് പ്രതിഫലേശിയൊന്നും കൂടാതെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ശാരീരികമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം എന്നുള്ള നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് നമ്മൾ വലിയ പ്രൊഫഷണലായിട്ടൊന്നുമല്ല. ഉള്ളത് ഭംഗിയായി ചെയ്തു കൊടുക്കുക, അത് നമ്മുടെ പ്രസ്ഥാനത്തിന് ഗുണകരമായ രീതിയിൽ നമുക്ക് കിട്ടിയ അറിവുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്, അതായത് ഈ സംഘടനയിൽ നിന്നുകൊണ്ട് സംഘടനയ്ക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കിട്ടിയ അറിവുകളും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അറിവുകളൊക്കെ പങ്കുവെച്ച് ജനങ്ങളിലേക്ക് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇതിനിറങ്ങിത്തിരിക്കുന്നത്. മറ്റ് പ്രതിഫലേശയൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല. 11 വർഷക്കാലം കൊടകരയിലെ പ്രൊവിഡൻസ് കോളേജിൽ മലയാളം അധ്യാപകനായും ജോലി ചെയ്തിട്ടുള്ള ഇദ്ദേഹം തന്റെ പരിമിതികളെ മറികടന്ന് തബലയിലും മൃദംഗത്തിലും മിമിക്രിയിലും ഗാനമേളയിൽ അടക്കം തന്റേതായ കഴിവുകൾ പ്രകടിപ്പിച്ച് ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അന്തരിച്ച കലാഭവൻ മണിയുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് വിനോദ് എന്ന് നാട്ടുകാരനും സുഹൃത്തുമായ അഫ്സൽ പറഞ്ഞു. വിനോദേട്ടനെ കുറിച്ച് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളെൻ്റെ ഒരു ചേട്ടനാണ്, സഹോദരനാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല ചീത്തം പിടിക്കും. പിന്നെ അതിലുപരി എൻ്റെ മാഷാണ്. എൻ്റെ ഡിഗ്രിക്ക് പ്രൊവിഡൻസ് കോളേജിലെ മലയാള അധ്യാപകനായിരുന്നു. പിന്നെ അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. ഗാനമേള അദ്ദേഹം ഒരു നാടൻ പാട്ട് ഗ്രൂപ്പിൽ സ്ഥിരം പാടുന്ന ആളാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഞാനും ചില ഗാനമേളയ്ക്ക് ഞാൻ ഒപ്പം പാടാറുണ്ട്. പിന്നെ നന്നായിട്ട് മൃദംഗം വായിക്കും. നല്ല അസൽ പ്രാസംഗികനാണ്. മിമിക്രി ആർട്ടിസ്റ്റാണ്. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനൊപ്പമൊക്കെ ചെയ്തിട്ടില്ലേ ചേട്ടാ? മണിച്ചേട്ടനൊപ്പം ആദ്യകാല മിമിക്രി മണിച്ചേട്ടൻ്റെ സുഹൃത്താണ്. മണിച്ചേട്ടൻ അറിയാം. മണിച്ചേട്ടൻ പേരെടുത്ത് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വിനോദ് മൈക്ക് കയ്യിലെടുത്തത്. കൊടകര പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ വിനോദിന്റെ ശബ്ദം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയ ടൈം കൊടകര. കളരിപ്പയറ്റിൽ ചവിട്ടിപ്പൊങ്ങി അഭിമാനമായി വീണ്ടും ശ്രീഹരി. സംസ്ഥാന കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലെ ഹൈക്കിംഗ് മത്സരത്തിൽ ദേശീയ റെക്കോർഡിനെ പിന്തള്ളിയാണ് ശ്രീഹരി കിരീടം ഉറപ്പിച്ചത്. SN പുരം സ്വദേശിയാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരി. സംസ്ഥാന കളരിപ്പയറ്റ് അസോസിയേഷൻ 67ാമത് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഹൈക്കിക്ക് മത്സരത്തിൽ ദേശീയ റെക്കോർഡിനെ പിന്തള്ളി ശ്രീഹരി. സബ് ജൂനിയർ വിഭാഗത്തിലാണ് ഈ മിടുക്കൻ റെക്കോർഡ് സ്വന്തമാക്കിയത്. ശ്രീനാരായണപുരം കുന്നത്ത് കളരിയിൽ വിനീഷ് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ കളരി അഭ്യസിക്കുന്ന ഈ മിടുക്കൻ മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും SN പുരം പോഴങ്കാവിൽ താമസിക്കുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ തങ്കരാജ് സ്മിത ദമ്പതികളുടെ മകനുമാണ്. 2025-26 വർഷത്തെ ദേശീയ സ്കൂൾ ഗെയിംസിൽ കേരള സ്കൂൾ വോളിബോൾ ടീം അംഗമായി തിരഞ്ഞെടുത്ത ശ്രീഹരി റവന്യൂ ജില്ലാ ഗെയിംസിൽ വോളിബോളിൽ 2ാം സ്ഥാനവും സബ് ജില്ലാ വോളിബോൾ മത്സരത്തിൽ 1ാം സ്ഥാനവും സബ് ജില്ലാ ഹൈജമ്പിൽ 2ാം സ്ഥാനവും നേടിയിരുന്നു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. LDF മാള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. മാള പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മാള ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. എണ്ണി കേരളത്തെ അവഗണിച്ചതിനെതിരെ ശക്തമായിട്ട് മറുപടിയെ പറയാൻ നമ്മൾ ഓരോരുത്തരും ഉയരണം, ഉണരണം എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ BJPയും LDFനെ കുറിച്ചാണ് പറഞ്ഞത്. UDF എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടല്ലോ. ഇങ്ങനൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്ന സമയത്ത് അവർ എന്ത് നിലപാടാണ് എടുത്തത്? കേരളത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണോ? പരിശോധിക്കാം. കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം തകർത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്ന UDF
ഒരക്ഷരം മിണ്ടാതെ നിസ്സംഗമായി തകരട്ടെ കേരളം എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു. കേരളം കണ്ടതാണ്, രാജ്യം കണ്ടതാണ്. ബൈജു മണത്തറ അധ്യക്ഷത വഹിച്ചു. MLA VR സുനിൽകുമാർ, KV ഡേവിസ്, ബേബി മാത്യു കാവുങ്കൽ, PK ഡേവിസ്, റഹീം പള്ളത്ത്, അഡ്വക്കേറ്റ് ജോഷി കുര്യാക്കോസ്, ഡേവിസ് കണ്ണമ്പള്ളി, സാലി സജീർ മാങ്കപ്പാടൻ, MR സുകുമാരൻ, VM വത്സൻ, ബിനിൽ പ്രതാപൻ, ക്ലിഫി കളപ്പറമ്പത്ത്, PP കൃഷ്ണകുമാർ, ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുമുന്നണി പൊയ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി 64,006 പേരെ ഈ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കണ്ടെത്തി. ആ കണ്ടെത്തിയവരെ എല്ലാം അവർക്ക് രേഖകൾ ഉണ്ടാക്കി കൊടുത്തു, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, ഭക്ഷണവും മരുന്നും എത്തിച്ചു ഈ സർക്കാർ. പല സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടി തന്നെയാണ് ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. CPM മാള മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AM ഹക്കീം അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനത്തിൽ CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, CS രഘു, അക്ഷയ് IS, അഡ്വക്കേറ്റ് അരുൺ മേനോൻ, CN സുധാർജനൻ, KC വർഗീസ്, ജോൺ ചെല്ലക്കുടം, KP ഹരി, KJ ഷൈമോൻ, PV അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. LDF മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പുതിയകാവിൽ നിന്നും ആരംഭിച്ച റാലി മതിലകം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CK ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. മതിലകം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി EG സുരേന്ദ്രൻ, PH അമീർ, ET ടൈസൺ MLA, KV രാജേഷ്, MA വിജയൻ, VS രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF പെരിഞ്ഞനം പഞ്ചായത്ത് കുടുംബ സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് നസീർ പുഴങ്കരയിലത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി മൻസൂർ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ മുഖ്യാതിഥിയായി. UDF മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട്, കൺവീനർ KM നിഷാദ്, രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി വിനീഷ് സുകുമാരൻ, സ്ഥാനാർത്ഥികളായ CP ഉല്ലാസ്, ഷീല വിശ്വംഭരൻ, നദീറ ഷിയാസ്, ഷീജ ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF കൊടകര പഞ്ചായത്ത് പ്രകടനവും പൊതുയോഗവും നടന്നു. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ പരിസരത്ത് നിന്നും വൈകിട്ട് 5-ന് മേൽപ്പാലം സെന്ററിലേക്ക് പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പൊതുയോഗം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. KO വർഗീസ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, PR പ്രസാദൻ, KJ ഡിക്സൺ, CM ബബീഷ്, KC ജെയിംസ്, PS വിജയൻ, KV സുരേന്ദ്രൻ, അൻവർ സാദിഖ്, KD അപ്പച്ചൻ, അമ്പിളി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മുനിസിപ്പൽ LDF കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി അനിൽ കുള്ളിക്കാടൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, AK ചന്ദ്രൻ, ജോസ് തറ്റയിൽ, TP ജോണി, പോൾ പുല്ലൻ, CC വിപിൻ ചന്ദ്രൻ, CV ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊടകരയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി. കൊടകര വട്ടേക്കാട് നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് കനകമല വഴി മര്യാദമൂലയിൽ സമാപിച്ചു. ചാലക്കുടി DYSP VK രാജു, കൊടകര SHO PK ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളത്തും കുറവ് പോളിംഗ് തിരുവനന്തപുരത്തും രേഖപ്പെടുത്തി. ആവേശം വാനോളമുയർത്തി മാളയിൽ കൊട്ടിക്കലാശം. മാളയിൽ താളമേളങ്ങളുടെ കളർഫുൾ കൊട്ടിക്കലാശം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.